ഇന്ന് മെയ് 5th, ടുഡേ ഈസ് ഓസീസ് ബർത്ത്ഡേ. ഞങ്ങളിപ്പോൾ ഓസിക്ക് വേണ്ടി ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. ഓസി ബാംഗ്ലൂരാണ്, ഞങ്ങളെല്ലാവരും കൂടി കേക്കെല്ലാം കട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഓസിയെക്കുറിച്ച് ഒരു ചെറിയ Q&A ചെയ്താലോ. സോ ആസ്ക് മീ സംതിങ് അബൌട്ട് ഓസി. ഓസിയുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഫണ്ണി ആയിട്ടുള്ളത് എനിക്കൊന്നും അങ്ങനെയൊന്നും എടുത്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് ലിറ്ററലി എവറി ഡേ യൂസ് ടു ബി ഫണ്ണി. ഇവരൊക്കെ ആയിട്ടുള്ള എന്നും കോമഡിയായിരുന്നു. ഭയങ്കര ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ധാരാളം ഉണ്ട് കേട്ടോ. അത് ചില സമയത്ത് ചിലതൊക്കെ ഓർക്കും. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നതായിട്ട് അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് എവറി ഡേ ദർ വാസ് സംതിങ് ഫണ്ണി ഹാപ്പനിങ്. ഒന്നല്ല, പലത് ലൈക്ക് ഊസി നല്ല മൂഡിൽ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരു ഫുൾ ഒരു ലാഫ്റ്ററും ഫണ്ണും ആയിരുന്നു ഊസി ഒക്കെ കൂടെ ഉള്ളപ്പോൾ. ഊസി വാസ് എ വെരി 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 ഫണ്ണി ഗേൾ ആൻഡ് എവറിഥിങ് അബൌട്ട് ഹർ ചൈൽഡ്ഹുഡ് ഒക്കെ ഫണ്ണിയാണ്. ഇപ്പോൾ ഒരു എക്സാമിന് തോക്കുന്നത് വരെ ഓസി അതിനെ ഒരു കോമഡിയാക്കി മാറ്റും. എല്ലാം കോമഡിയായിരുന്നു ഓസിയുടെ ജീവിതത്തിൽ. എവറിഥിങ് ഈസ് വെരി കോമഡി. കൊച്ചായിരിക്കുമ്പോൾ വെരി ഫണ്ണി ഗേൾ. പ്രഗ്നൻസി ലുക്ക് കണ്ടിട്ട് നമ്മൾ പറയുന്നത് പലപ്പോഴും ചില കേസിൽ കറക്റ്റാകാറുണ്ട്, ചില കേസിൽ നടക്കാറില്ല. ഞാൻ അമ്മൂന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എന്നെ കാണുന്ന ഓരോരുത്തരും പറയുന്നത് ആൺകുഞ്ഞാണ് കേട്ടോ, ആൺകുഞ്ഞാണ്. നമ്മൾ പ്രഗ്നൻ്റ് നമ്മൾ സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും പറയുന്നത് ആണ്. അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഡോക്ടറോട് അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറിൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടുമല്ലേ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇവൻ്റെ ഡോക്ടറോട് ഞാൻ വയറിൻ്റെ ഒരു പൊസിഷത്ത് കണ്ടിട്ട് ആൺകുട്ടിയാണെന്ന് തോന്നുന്നു, ആ ചവിട്ടുന്ന രീതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ ജനിച്ചപ്പോൾ കൊച്ചു പെണ്ണ്, അതുകൊണ്ട് ആ ലുക്സ് കണ്ടിട്ട് ഒന്നും പറയാൻ. ഓസിയെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും എല്ലാവരും ആണാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ. ഹൻസൂനായിരുന്നപ്പോഴായിരുന്നു പീപ്പിൾ ടെലിമി അതിൻ്റെ വയറ് കാണുമ്പോൾ ഇഷാനെ പ്രഗ്നൻ്റ് അക്ഷയ പാത്രം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തമ്പി സാറെപ്പോഴും എന്നെ നോക്കിയിട്ട് ആൺകുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിലരെങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഓസിയപ്പോൾ കാണുമ്പോൾ എല്ലാവരും ആയിരിക്കുമെന്നാണ് പറയുന്നത് വയറ് കണ്ടിട്ട്. അറിഞ്ഞൂടാ. അതിനൊരു കാരണമുണ്ട്. ഓസിയുടെ ഒരു ബോഡി ലാംഗ്വേജൊക്കെ കൂടുതലും കിച്ചുവിൻ്റെ ഫാമിലിയിൽ എല്ലാവരും ലൈക്ക് കിച്ചൂസ് ഡാഡ്, കിച്ചുവിൻ്റെ ബ്രദർ, ആ ഒരു ഇതാണ്. ആൻഡ് മറ്റേ 3 പേരും ടു മച്ച് ലൈക്ക് എന്നെ പോലെ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം ഓസിയോട് കിച്ചുവിൻ്റെ എവിടെയോ ഒരു എക്സ്ട്രാ. ഓസിയുടെ മാനറിസംസും എല്ലാം കിച്ചുവിൻ്റെ പോലെയാണ് കാണിക്കുന്നതെല്ലാം. ഫേസ് കിച്ചുവിൻ്റെ പോലെ അല്ല. ഓസിയും കിച്ചും സെയിം അല്ല, പക്ഷെ അവരുടെ ബിഹേവിയർ പാറ്റേൺ സെയിം ആയതുകൊണ്ട് അവർ സിമിലർ ആണെന്ന് തോന്നുന്നതാണ്. ഇഷാനിക്കാണ് കുറച്ച് കൂടുതൽ കിച്ചുവിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. പക്ഷെ ഓസിയും കിച്ചും ഒരേപോലെയാണ് എല്ലാം കാണിക്കുന്നത്, ഹാൻഡ് മൂവ്മെൻറ്റ്സും എല്ലാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കിച്ചുവിൻ്റെ ഒരു ഫേവററ്റ് ആണെന്ന് തോന്നുന്നു ഓസി. കടം എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ കിച്ചു ഓസി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും അയ്യോ കിച്ചു സംസാരിക്കണ പോലെയുണ്ട്, അതുപോലെയാണ് ഓസി എല്ലാം സംസാരിക്കുന്നത്. സോ ഐ തിങ്ക് അതായിരിക്കും കിച്ചുവിന് ഓസിയോട് ഒരിഷ്ടം. അമ്മ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോഴും ഇഷാനി പോയപ്പോഴും ഹൻസ് പോയപ്പോഴും ഒക്കെ സങ്കടപ്പെട്ട് കരങ്ങി എനിക്ക് ടെൻഷനൊക്കെ ആയി. ഞാൻ അവിടെയൊക്കെ പോയി കാത്തുനിന്നു അങ്ങനെയാണ്. പക്ഷെ ഓസി അങ്ങനെയൊന്നുമല്ല. ഓസിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഓസി ഭയങ്കര കൂളായിരുന്നു. ലൈക്ക് ഏതോ എക്സ്പീരിയൻസ്ഡ് ഒരു കുട്ടിയെ പോലെയാണ് ഓസി. അമ്മ കൂടെ ഉണ്ടായിരുന്നു കൂട്ടിന്. എന്നാലും ഓസി കരച്ചിലോ ബഹളോ ഒന്നുമില്ല. എന്നെ കാത്തിരുന്നില്ല 12:30 മണിക്ക്. ഫസ്റ്റ് ഡേ ഒക്കെ 12:30 അല്ലേ വീടുന്നത്. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ ഓസി എവിടെയോ ഓടിക്കളിച്ച് നടക്കും. അല്ലാതെ അമ്മയെ കാത്തു നിൽക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ഓസിയിലേക്ക് എന്നെ മിസ് ചെയ്തു, അമ്മ എന്താ വരാൻ ലേറ്റായി അങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ല. ലൈക്ക് ഷീ വോണ്ടഡ് ടു മാക്സിമം ഹാവ് ഫൺ ഇൻ സ്കൂൾ, ലൈക്ക് റൺ അറൗണ്ട് ആൻഡ് എൻജോയ്. ഇഷാനിയാണെങ്കിൽ സ്കൂളിൽ ചേർന്ന് എത്രയോ ദിവസം കരിഞ്ഞാണ് ഇരിക്കുന്നതെന്നോ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മവും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ സങ്കടപ്പെട്ടു അമ്മയെ കാണണം എന്നൊക്കെ പറയുമായിരുന്നു. ഓസി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓസി ജസ്റ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഓസി ലവ് ടു ഗോ ടു സ്കൂൾ. വീട്ടിൽ നിൽക്കാനേ ഇഷ്ടമല്ലായിരുന്നു ഓസിക്ക്. അതൊന്നുമില്ല, അതങ്ങനെ ആയി വന്നതാണ്. ബിക്കോസ് ഓസി പണ്ട് ഓസി ഓഫീസിലോട്ട് പോകുമല്ലോ. ഓഫീസിൽ പോകുമ്പോൾ പലപ്പോഴും അശ്വിനൊക്കെ അവിടെയാണ് വന്നിരുന്നത്. അശ്വിൻ അവിടെ വരുമായിരുന്നു ഓഫീസിൽ. ഇപ്പോൾ അശ്വിൻ വീട്ടിലുള്ളത് കൊണ്ട് ഇപ്പോൾ ഇവർ ലഞ്ച് കഴിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. ഓസി പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് ഓസിക്ക് ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ വീട്ടിലെ ലഞ്ചാണ് ഇഷ്ടം. അപ്പോൾ അശ്വിനും ഇവിടെ നിന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. അവർ തൊട്ടടുത്ത് അവരുടെ ഫ്ലാറ്റ് ഒരു 2 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ നാച്ചുറലി ലഞ്ച് കഴിക്കാൻ എന്നും ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ലൈക്ക് ഇവിടെ വന്നാൽ ഐ എം വെരി ഹാപ്പി. ലൈക്ക് ഐ ക്യാൻ സീ ഹർ എവറി ഡേ. ഞാൻ പറയാറുണ്ട് ഓസി ഇവിടെ നിൽക്കുക. പക്ഷേ കുറച്ചുകൂടെ ഡെലിവറി ആകുമ്പോൾ പിന്നെ എപ്പോഴും ഇവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒക്കെ അവിടെ വന്നിട്ട് ഫ്ലാറ്റ് ഇരുന്നാലേ അവിടെ ജ്വല്ലറി ഫോട്ടോസ്, സാരി ഫോട്ടോസൊക്കെ എടുക്കാൻ
സമാധാനം എടുക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ വന്നാൽ ഇറ്റ്സ് ലൈക്ക് സോ മെനി പീപ്പിൾ, സോ മച്ച് നോയ്സ്, സോ മെനി തിങ്സ് ഹാപ്പനിങ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊസിക്കൊരു അത്രയും ഒരു ബുദ്ധിമുട്ടല്ലേ. അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും ആവാൻ വഴിയില്ല. എന്നാലും ഈ വേണ്ടാത്ത പരിപാടികളൊക്കെ കൊച്ചു കുട്ടികൾ കാണിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല ഓസിക്ക്. ലൈക്ക് കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ അമ്മമാർ മൊബൈലൊക്കെ കൊടുക്കില്ലേ, അതൊന്നും ഓസിക്ക് തീരെ ഇഷ്ടമല്ല. മേ ബി അതിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും ഓസി. അതെനിക്കറിയില്ല. അല്ലാതെ ഇപ്പോൾ പഠിക്കാനൊന്നും പറയത്തില്ല കേട്ടോ, കൊച്ചിലോട് കളിച്ചോളാനേ പറയത്തുള്ളൂ. ലെറ്റ്സ് സി ഹൗ ഓസി. നമ്മളെയൊക്കെ വിചാരമാണ് ഓസി ഭയങ്കര ഒരു വളരെ കെയർലെസ് ആയിട്ടൊക്കെ ഇരുന്നൊരു കുട്ടിയായതുകൊണ്ട് ഓസി അങ്ങനെ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നൊക്കെ നമുക്ക് മേ ബി ഷീ മൈറ്റ് ബി എ വെരി ഗുഡ് മദർ. നോക്കാം, നമുക്കിനി കാണാമല്ലോ ഓസി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ എം ഓൾസോ വെയിറ്റിംഗ് ടു സി ഹൗ ഓസി ഈസ് ഗോയിങ് ടു ടേക്ക് ഔട്ട്. ഓസി ആരുടെയെങ്കിലുമൊക്കെ കുട്ടികളെയില്ലേ അടിപൊളിയായിട്ടാണ് നോക്കുന്നത്. ആരുടെയെങ്കിലും കുട്ടികളെയൊക്കെ ഉഗ്രനായിട്ട് നോക്കും. സ്വന്തം കുട്ടിയാകുമ്പോൾ നോക്കാം. ലെറ്റ്സ് സി ഹൗ ഓസി. ഐ എം ഓൾസോ എക്സൈറ്റഡ് ടു സീ ലൈക്ക് വാട്ട് ഓസി ഈസ് ഗോയിങ് ടു ഡു. അതെ, ഞങ്ങളുടെ വീട്ടിൽ 4 പേരും ബ്രേസസ് ഇട്ടിട്ടുണ്ട്. ഓസിക്കായിരുന്നു ഏറ്റവും ഇഷ്യൂ പല്ലിൻ്റെ. ബാക്കി ആർക്കും അത്ര വലുതായിട്ട് ഇഷ്യൂ ഇല്ലായിരുന്നു. എല്ലാവരും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ടാണ് ബാക്കി എല്ലാവരും കേട്ടോ. ഓസിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു കേട്ടോ. പാവം ഓസിക്ക് ഒരു ഏജ് ആയപ്പോൾ ഭയങ്കര പ്രോബ്ലം. ചിരിക്കാൻ കൂടി ബുദ്ധിമുട്ട്, ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. താങ്ക്സ് ടു ടെക്നോളജി. ബ്രേസസൊക്കെ പിന്നെ ഉണ്ട്. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ബ്രേസസ് ഉണ്ട്. പക്ഷേ ബ്രേസസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓസിയുടെ പല്ല് നല്ല അടിപൊളിയായി. I miss her today. ഓസിയുടെ ബർത്ത്ഡേക്ക് I always like it if Ozzy is at home. But then എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഓസി ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും പ്ലാൻസ് ആയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറാണ് പതിവ്. മേ ബി അങ്ങനെയാണ്. നമുക്ക് വി ഷുഡൻ ബി ഓൾവേസ് എക്സ്പെക്ടിങ് ലൈക്ക് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് കുറേ നാൾ വി ക്യാൻ ഹോൾഡ് ദം, ബട്ട് അത് കഴിയുമ്പോൾ ജസ്റ്റ് ലെറ്റ് ദം ലൂസ് ആൻഡ് ദേ വിൽ ഗോ. എന്നിട്ട് ഇപ്പോൾ ദേ വിഷ് ടു സ്പെൻഡ് സം ടൈം വിത്ത് അസ്, ദേ വിൽ കം. അല്ലെങ്കിൽ ദേ വിൽ ബി സംവെയർ like enjoying their life. And that's all. See, like നമ്മളൊക്കെ ഒരു പീരീഡിൽ ഒരു പോയിന്റ് ഓഫ് നമ്മുടെ ലൈഫിലൊക്കെ നമ്മളും അങ്ങനെ ആയിരുന്നു കാണുമല്ലോ. ലൈക്ക് വെരി ബിസി ഇൻ ആർ ലൈഫ് ആൻഡ് all that. So she's going through all that. Let her have a great time. But I always miss her on this day, on her birthday. It would have been nice if she was here, but then I know she's having a great time there. അപ്പോൾ നാച്ചുറലി സിമിയുടെയും ദീനിൻ്റെയൊക്കെ കൂടെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഐ ആം ഷുവർ ഷി ഹാഡ് എ ബെറ്റർ ഡേ. ഞാനിടയ്ക്കൊക്കെ ആലോചിക്കും, പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കും എത്രയോ യങ്ങർ ഗേൾസ് പ്രസവിച്ചിരിക്കുന്നു. ഒരു ലോകപരിചയമോ ഒന്നുമില്ലാത്ത, എന്താണ് എന്നൊന്നും അറിഞ്ഞൂടാത്ത തന്നെ കുട്ടികൾ, സിറ്റി ലൈഫൊന്നും ലീഡ് ചെയ്യാത്ത, തീരെ ഒന്നിനെക്കുറിച്ചും ഒരു വിവരം ഇല്ലാത്ത കുട്ടികളൊക്കെ തന്നെ ഡെലിവറി ചെയ്യാറില്ലേ. അപ്പം പിന്നെ വളരെ നോർമലായിട്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിലുള്ളൊരു കാര്യമായതുകൊണ്ട് ഓസി അത് വേദന എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ഫേസ് ചെയ്യും. ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് തിങ്കിലേക്ക് ഓസി എന്ത് ചെയ്യും. ഓസി വിൽ മാനേജ് ഇറ്റ്. പിന്നെ മാനേജ് ചെയ്യാതെ ഓസിയുടെ പ്രായമായപ്പോഴേക്കും 2 പിള്ളേരുണ്ടായിരുന്നു. ഓസി എന്തായാലും മാനേജ് ചെയ്യും.